പ്രതിപക്ഷ മുന്നണിയുടെ സ്ത്രീ വഞ്ചനയ്ക്ക് മാപ്പില്ല. മഹിളാ മോർച്ച. വനിതാ സംവരണ ബില്ലിനെതിരെ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ്, CPM, DMK, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ മുന്നണിയിലെ കക്ഷികളോട് ഭാരതീയ സ്ത്രീ സമൂഹം മാപ്പ് നൽകില്ലെന്ന് മഹിളാ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രൂപ ബാബു പറഞ്ഞു. കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കോൺഗ്രസും CPM-ഉം പങ്കാളികളായ ഇന്ത്യ മുന്നണിയുടെ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെ മഹിളാ കോൺഗ്രസും ജനാധിപത്യ മഹിളാ അസോസിയേഷനും പരസ്യമായി രംഗത്ത് വരണമെന്നും അവർ അഭ്യർത്ഥിച്ചു. പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷം ഉന്നയിച്ച സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭേദഗതികളോടെ ബില്ല് അവതരിപ്പിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയിട്ടും പ്രതിപക്ഷം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇത് സ്ത്രീ സമൂഹം അധികാര കേന്ദ്രങ്ങളിൽ എത്തുന്നതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നിലപാടാണ് വ്യക്തമാക്കുന്നത് ും അഡ്വക്കേറ്റ് രൂപ ബാബു വ്യക്തമാക്കി. സ്ത്രീകൾ വന്നെത്തുവാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികൾ എടുത്തിരിക്കുന്നത്. 23-ൽ ഐക്യകണ്ഠേന പാസാക്കിയ ബില്ല് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചായത്ത് തലത്തിലുള്ള ഇലക്ഷനോടനുബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാവരും ഈ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുമുള്ള തർക്കങ്ങൾ ഉയർന്നു വരാതെ തർക്കങ്ങൾ വരുന്നതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശമുള്ള ഒരു കണക്ക് നമുക്ക് ഏവർക്കും അറിയാം. 2011 സെൻസസ് പ്രകാരം ഈ 33% സംവരണം നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. വാർത്താ സമ്മേളനത്തിൽ BJP മഹിളാ മോർച്ച കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷ ഉഷ സുരേഷ്, BJP ജില്ലാ ഉപാധ്യക്ഷ ലേഖ അശോക്, ഐമനം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ബിന്ദു ഹരികുമാർ, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ഗീത സുരേഷ്, ഐമനം ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ അനു ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.